ഇന്നൊരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫ് കണ്ടാലോ? മിനി വ്ലോഗെന്നോ പർച്ചേസിങ് വ്ലോഗെന്നോ എന്ത് വേണമെങ്കിൽ പറയാം. ടൗണിൽ പോയിട്ട് ഒരുപാട് കാര്യങ്ങൾ പർച്ചേസ് ചെയ്യാനുണ്ടായിരുന്നു. ആദ്യം തന്നെ പോയത് എൻ്റെ ലാസ്റ്റ് നെയിം സ്ലിപ്പ് വർക്ക് പ്രിൻ്റ് എടുക്കാനായിരുന്നു. അതിനുശേഷം ഞങ്ങൾ എസ് എമ്മിലോട്ടാണ് നേരെ വിട്ടത്. എസ് എമ്മിൽ കോയൻകോ ബസാറിൻ്റെ ഉള്ളിലൂടെയാണ് ഞങ്ങൾ പോയത്. സ്കൂൾ തുറക്കുന്ന ലാസ്റ്റ് സാറ്റർഡേ ആയതുകൊണ്ട് നല്ല തിരക്കായിരുന്നു. അതിനുള്ളിൽ കൂടെ പോയി കഴിഞ്ഞാൽ ഗ്രാൻഡ് ബസാർ കാണാം. അതിൻ്റെയും കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ ബ്രദേഴ്സ് എന്ന് പറഞ്ഞ ഷോപ്പ് കാണാം. ഇവിടെയാണ് ഞങ്ങൾക്ക് വരേണ്ടിരുന്നത്. ഈ ഷോപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇവിടെ വരുന്നത്. ഇതിനു മുമ്പ് വന്നേരം എനിക്ക് തന്നെ അത്ഭുതമായിരുന്നു. ഒരു ക്ലോത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡിസൈനർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ മെറ്റീരിയൽസും ഇവിടെ ഉണ്ട്. ഹെയർ ആക്സസറീസ്, ത്രെഡ് വർക്ക് എന്ന് വേണ്ട ഒട്ടുമിക്ക കാര്യങ്ങളും ഉണ്ട്. ക്രാഫ്റ്റേഴ്സിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസ് ഒക്കെ ഇവിടെ ഉണ്ട്. നമ്മൾ കോഴിക്കോട് വന്ന് 10 ഷോപ്പിൽ കയറുന്നതിന് പകരം ഈ ഒരു ഷോപ്പിൽ കയറിയാൽ മതി. കാരണം അത്രയ്ക്ക് കളക്ഷൻസ് ഇവിടെ ഉണ്ട്. താഴെയും മുകളിലൊക്കെ ആയിട്ട് 3 സെക്ഷനായിട്ടാണ് ഇത് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. നമ്മൾ തന്നെ സ്വയം പോയിട്ട് നമുക്ക് വേണ്ട കാര്യങ്ങൾ കണ്ടുപിടിക്കണം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അവിടെ ഒരു ചേച്ചിയുണ്ട്, പിന്നെ വേറെ ഒരു ചേട്ടനുണ്ട്. നല്ലൊരു ചേട്ടനാണ്. നമുക്ക് എപ്പോൾ പോയാലും നല്ല ഹെൽപ്പാണ്. ഞങ്ങൾ പ്രധാനമായിട്ട് പോയത് നെറ്റിപ്പട്ടോ ആലവട്ടോ ഉണ്ടാക്കുന്ന മെറ്റീരിയൽ വാങ്ങാൻ വേണ്ടിയിട്ടാണ്. സെറ്റായിട്ടും സെപ്പറേറ്റ് ആയിട്ടും ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. എത്ര വലുപ്പമുള്ള കളക്ഷൻസും ഉണ്ട്. ഞങ്ങൾ മെല്ലെ എസ് എമ്മിൽ നിന്ന് പുറത്ത് ചാടാൻ നോക്കി. അപ്പോൾ എസ് എമ്മിൻ്റെ മുന്നിൽ തന്നെയുള്ള ഒരു ഐസ്ക്രീമാണ്. ഇത് എൻ്റെ ഫേവറേറ്റ് ആണ്. എപ്പോൾ വന്നാലും കഴിക്കും. പിന്നെ എവിടെ തപ്പിയാലും എനിക്ക് ലാസ്റ്റ് എൻ്റെ BTS കിട്ടിക്കോളും. ഒരു ഷോപ്പിൽ കയറിയാലും ഞാൻ അവിടെ കണ്ടതാണ് ഒരു പെൻസിൽ. ക്യൂട്ട് ആൻഡ് ബ്യൂട്ടിഫുൾ പെൻസിലായിരുന്നു. എല്ലാ BTS മെമ്പേഴ്സും ഉണ്ടായിരുന്നു. പക്ഷെ ഞാനൊന്നും വാങ്ങിയില്ല. ഞാനിങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടി വെറുതെ എടുത്തു. പിന്നെ ഞങ്ങൾ നേരെ പോയത് നടക്കാവിലോട്ടാണ്. അവിടെയാണ് മെയിൻ പണി. ഫുഡെല്ലാം കഴിക്കാൻ വേണ്ടി ഞങ്ങൾ ബിസ്മിയുടെ അടുത്തൊരു ഷോപ്പിലാണ് കയറിയത്. ഷോപ്പിൻ്റെ പേര് എനിക്ക് മറന്നുപോയി. ഇന്നത്തെ മെയിൻ പരിപാടി ഈ കാതുകുത്തലായിരുന്നു. ബുഗാടി അങ്ങനെ എന്തോ ആണ് ഇത് പറയുക. ചേച്ചിയുടെ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നത്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് ഒരുപാട് ലേറ്റ് ആയിട്ടാണ് വീട്ടിലെത്തിയത്. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. താങ്ക്